ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി സംസാരിക്കുന്നതെല്ലാം സൂര്യ കേട്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ സൂര്യ നന്ദിനിയോട് തുറന്ന് പറയുകയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ നന്ദിനി നാണത്തോടു കൂടി സൂര്യയുടെ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി പെട്ടെന്ന് സൂര്യയെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ സാർ അവിടെ നിന്ന് അനങ്ങരുത് എന്ന് പറയുമ്പോൾ സൂര്യ തന്നെ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഇതെന്താ നന്ദിനി പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? നന്ദിനി എന്തിനായിരിക്കും എൻ്റെ അടുത്തേക്ക് ഒരു കള്ളത്തരത്തോടു കൂടിയാണല്ലോ വരുന്നത്? നന്ദിനി എന്താണാവോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സൂര്യയും ഒരു നാണത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. നന്ദിനി സൂര്യയെ കെട്ടിപ്പിടിക്കാനാണ് നന്ദിനി വരുന്നത് എന്നാണ് സൂര്യയും മനസ്സിൽ കരുതുന്നത്. എനിക്ക് നന്ദിനി നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനിക്ക് എന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടാവുള്ള ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. എന്നിട്ട് നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, സൂര്യ സാർ അവിടെ നിന്നും അളകരുത്, അവിടെ തന്നെ നിൽക്ക്. എന്താ നന്ദിനി, എന്താ പ്രശ്നം? ഒന്നുമില്ല സൂര്യ സാർ അവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് നന്ദിനി സൂര്യയുടെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ സൂര്യ പെട്ടെന്ന് നന്ദിനിയുടെ കൈയൊക്കെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നന്ദിനി സൂര്യയുടെ ഷോൾഡറിലിരിക്കുന്ന പല്ലിയെ തട്ടിക്കളയുന്നത്. അതോടുകൂടി സൂര്യ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഇതായിരുന്നോ കാര്യം? സൂര്യ പെട്ടെന്ന് പല്ലിയെ കണ്ടതോടുകൂടി, പല്ലിയെ നന്ദിനി തട്ടിക്കളഞ്ഞതോടുകൂടി സൂര്യ പെട്ടെന്ന് അങ്ങ് ചാടുകയാണ് കേട്ടോ. അയ്യോ പല്ലി എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ സൂര്യ സാറിന് പല്ലിയെ പേടിയാണോ? അത് പിന്നെ നന്ദിനി എന്ന് പറയുമ്പോൾ, നിനക്കെന്താ പല്ലിയൊന്നും പേടിയില്ലേ? എനിക്ക് പല്ലിയൊന്നും പേടിയില്ല. അല്ല, സാധാരണ സ്ത്രീകൾക്ക് പല്ലിയൊക്കെ പേടിയായിരിക്കുമല്ലോ, നിനക്കെന്താ പല്ലിയൊന്നും പേടിയില്ലേ? എനിക്കൊരു പേടിയുമില്ല. സൂര്യ സാർ ഇങ്ങനെ പേടിക്കല്ലേ, പല്ലി ഇപ്പം അങ്ങ് പൊയ്ക്കോളൂ. അത് പിന്നെ എനിക്ക് പേടിയായിട്ടല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് സൂര്യ ഒരു ചമ്മലോട് കൂടിയാണ് കേട്ടോ നന്ദിനിയുടെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ നന്ദിനിയോട് പറയും, നീ ഏതായാലും ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് റൂമിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സൂര്യ താഴേക്ക് പോവുകയാണ്. അപ്പോൾ നന്ദിനി ആണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സൂര്യയുടെ പെട്ടെന്നുള്ള ആ ഞെട്ടലും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ സൂര്യയുടെ ഡ്രസ്സുകളൊക്കെ നന്ദിനി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാജുവേട്ടൻ്റെ അടുത്തേക്ക് വിജയൻ ചെല്ലുകയാണ്. എന്നിട്ട് നന്ദിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നന്ദിനി എന്തോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെറസിലേക്ക് പോയിട്ടുണ്ട്. എന്താ സാറിന് വല്ല ചായയോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഉണ്ടാക്കിയ ചായയും കോഫിയൊക്കെ ആര് കുടിക്കാനാണ്? അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്? ഞാനുണ്ടാക്കിയ കോഫിയല്ലേ കുറച്ച് നേരത്തെ സാറ് കുടിച്ചത്. നീ കൂടുതൽ സംസാരിക്കാതെ നീ നിൻ്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് നന്ദിനിയുടെ അടുത്തേക്ക് വിജയൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വിജയൻ അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. നന്ദിനി കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ വിജയൻ സ്വയം പറയുകയാണ്, എടി നന്ദിനി, നീ ഡ്രസ്സ് എടുത്ത് തിരിച്ചു വാടി. നിൻ്റെ നിലവിളി ഇന്ദ്രജയ്ക്ക് കേൾക്കണം. നീ തലയും കുത്തി വീഴുന്നത് ഞങ്ങൾക്കും കാണണം. എന്നിട്ട് നീ എൻ്റെ ഇന്ദ്രജയെ അടിച്ച അതേ ഹോസ്പിറ്റലിൽ തന്നെ നീ പോയി കിടക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വിജയൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുന്നത്. അപ്പോൾ നന്ദിനി നടന്നു വരുന്ന സമയത്ത് നന്ദിനി അത് കാണാതെ തട്ടി തടഞ്ഞു വീഴുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിജയൻ. അങ്ങനെ വിജയൻ അത് കെട്ടിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രജയാണെങ്കിലോ, എന്താ ഇങ്ങേര് വരാത്തത്, ഇങ്ങേരെന്താ അവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് വിജയൻ അവിടേക്ക് വരുന്നത്. എന്തായി? നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിനക്ക് ആ നന്ദിനിയുടെ അലർച്ച കേൾക്കാം. അവൾ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ അലറുന്ന ആ സൗണ്ട് നിനക്ക് കേൾക്കാം ഇന്ദ്രജ്. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ നിന്നെ അടിച്ച ഹോസ്പിറ്റലിൽ തന്നെ അവളും പോയി അഡ്മിറ്റ് ആവും. നീ കണ്ടോ? അവളിനി കുറച്ച് നാളത്തേക്ക് എണീറ്റ് നടക്കില്ല. അവളുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് അവളുടെ പല്ല് വരെ ഒഴിഞ്ഞു വീഴാനാണ് സാധ്യത. നീ കണ്ടോ ഇന്ദ്രജ്? അവളുടെ ലെവലിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിനക്ക് കേൾക്കാമെന്ന് പറയുമ്പോൾ ഇന്ദ്രജയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് സൂര്യയുടെ ദേഹത്തിൽ നിന്നും തട്ടിക്കളഞ്ഞ ആ പല്ലി ആ കമ്പി വഴി അങ്ങ് പോകുന്നത് നന്ദിനി കാണാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നന്ദിനി, ഇതെന്താപ്പോൾ ഇവിടെ ഒരു കമ്പി കെട്ടിയിരിക്കുന്നത്? ഞാനിവിടേക്ക് കയറി വരുമ്പോൾ ഇതുപോലെ ഒരു കമ്പി ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോൾ ആരാണ് കെട്ടിയത്? ഇതിൽ തട്ടിത്തടഞ്ഞ് ആരെങ്കിലും വീഴുമല്ലോ. ഇത് ആരായിരിക്കും കെട്ടിയത്? മനഃപൂർവ്വം തന്നെ കെട്ടിയതാണല്ലോ, വീഴ്ത്താൻ വേണ്ടിയാണല്ലോ. ആരെങ്കിലും ഇതിലൂടെ വന്നാൽ ആ കമ്പി കാണാതെ തട്ടിത്തടഞ്ഞ് വീണേനല്ലോ. ഇപ്പോൾ ഞാനും ഇത് കണ്ടിരുന്നില്ല. ഭാഗ്യത്തിനാണ് ആ പല്ലി ഇതുവഴി പോയത് ഞാൻ കണ്ടത്. അല്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ ഇത് തട്ടിത്തടഞ്ഞ് ഞാനും വീണേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നന്ദിനി ആ കമ്പി അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ആ കമ്പിയുമായിട്ട് ഡ്രസ്സും കമ്പിയുമായിട്ട് നേരെ രാജുവേട്ടൻ്റെ അടുത്തേക്ക് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജു പറയണേ, ഇതെന്താ നന്ദിനി മോളെ ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്? അതാ നിൻ്റെ കയ്യിൽ
കയ്യിലൊരു കമ്പിയുമുണ്ടല്ലോ. രാജുവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? ഞാൻ അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കമ്പിയൊന്നും കെട്ടിയില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇറങ്ങി വരുന്ന ആ സമയത്താണ് ഞാൻ ഈ കമ്പി കണ്ടത്. അതും ഒരു പല്ലി ആ കമ്പിയിലൂടെ പോയതുകൊണ്ടാണ് ഞാൻ കണ്ടത്. ആ കമ്പി എനിക്ക് കാണാൻ നിമിത്തമായത് ആ പല്ലിയാണ്. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ തട്ടിത്തടഞ്ഞ് വീണേനെ രാജുവേട്ടാ. അപ്പോൾ രാജു പറയണേ, നിന്റെ താനൂരമ്മയാണ് നിന്നെ രക്ഷിച്ചത്. വലിയൊരു അപകടത്തിൽ നിന്നാണ് നിന്നെ മോളെ രക്ഷിച്ചിട്ടുള്ളത്. അല്ല, ആരായിരിക്കും ആ കമ്പി അവിടെ കെട്ടിയിട്ടുണ്ടാവുക? അറിയില്ല. ആരോ മനഃപൂർവ്വം കെട്ടിയത് തന്നെയാണ്. ആര്? ഇവിടെയുള്ളവർ തന്നെയായിരിക്കും. നിന്നെ വീഴ്ത്തിയിടാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ രാജു നന്ദിനിയോട് പറയുന്ന ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുക, എന്താ നന്ദിനി, നീ ഇവിടെ തുണികളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്? നീ സാധാരണ തുണി എടുത്ത ശേഷം റൂമിലേക്കാണല്ലോ വരാറുള്ളത്. ഇതിപ്പോൾ എന്താ ഇവിടെ? ഏയ്, അതൊന്നുമില്ല സൂര്യ സാർ. ഇല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ. നിന്റെ കയ്യിലെന്താ ഒരു കമ്പി? ഏയ്, ഒന്നുമില്ല സൂര്യ സാർ. അപ്പോൾ രാജുവേട്ട, എന്താണ് നന്ദിനി പറയുന്നത്? അത് പിന്നെ മോനെ എന്ന് പറയുമ്പോൾ, ഇല്ല ഒന്നുമില്ല സൂര്യ സാർ, വാ നമുക്ക് റൂമിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ, അല്ല രാജുവേട്ട, എന്താണ് എന്താണ് കാര്യം? അപ്പോൾ രാജു പറയണ, അത് പിന്നെ സൂര്യ സാർ, നന്ദിനി മോള് ടെറസിലേക്ക് പോകുന്ന സമയത്ത്, ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ആര് തന്നെയും കമ്പിയൊന്നും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നന്ദിനി മോള് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കുറുകെയായിട്ട് കമ്പി കെട്ടി വെച്ചിരിക്കുന്നു. അതും നന്ദിനി മോളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ മനഃപൂർവ്വം നന്ദിനി മോള് വീഴാൻ വേണ്ടി, നന്ദിനി മോളെ അപകടപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് കേട്ടതോടുകൂടി സൂര്യക്ക് സംശയം വരട്ടെ. അത് രാജുവേട്ടൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ രാജു പറയണ, അല്ല, കുറച്ച് നേരത്തെ നന്ദിനി മോളെ ചോദിച്ചുകൊണ്ട് വിജയൻ സാറ് ഇവിടേക്ക് വന്നിരുന്നു. അപ്പോൾ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ചായയോ കാപ്പിയോ വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. നന്ദിനി ടെറസിലാണെന്ന് പറഞ്ഞു വിജയൻ സാറ് അവിടേക്ക് പോവുകയും ചെയ്തു. അതോടുകൂടി സൂര്യക്ക് കാര്യം പിടികിട്ടാണ്. അത് ശരി, അപ്പോൾ ഇത് വിജയനാളിയൻ ചെയ്തത് തന്നെയാണ്. അപ്പോൾ അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം. നന്ദിനിയെ വീഴ്ത്താൻ വേണ്ടിയല്ലേ അങ്ങേരിത് നോക്കിയത്? അപ്പോൾ അങ്ങേർക്ക് തന്നെ തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് പറയുമ്പോൾ നന്ദിനി പറയും, വേണ്ട സാർ, വെറുതെ എന്തിനാണ്? വേണ്ട, എനിക്ക് ഒരു അപകടവും പറ്റിയില്ലല്ലോ. പറ്റില്ല നന്ദിനി, ഇതെനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അങ്ങേര് ചെയ്തതിന് അങ്ങേര് അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ കയ്യിലുള്ള ആ കമ്പി അങ്ങ് വാങ്ങാൻ കേട്ടോ. എന്നിട്ട് ഒരു നേരെ കോണിയുടെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് കടന്നു വരുന്ന ആ ഭാഗത്തായിട്ട് സൂര്യ കമ്പി കെട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ നന്ദിനി പറയുന്നുണ്ട്, വേണ്ട സൂര്യ സാർ, എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ മിണ്ടരുത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ സമയം വിജയനും ഇന്ദ്രജയും നന്ദിനിയുടെ നിലവിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ്, എവിടെയാണ് കിട്ടിയത്? അവളുടെ നിലവിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇന്ദ്രജ, നീ കുറച്ചൊന്ന് അടങ്ങ്, ഇപ്പോൾ കേൾക്കും. അവൾ ഉറപ്പായും തലയും കുത്തി വീഴുന്ന ആ സൗണ്ടും വേദന സഹിക്കാൻ കഴിയാതെയുള്ള നിലവിളിയും നിനക്ക് കേൾക്കാം. നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്ദ്രജയുടെ അടുത്ത് വിജയൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദിനിയുടെ അടുത്തേക്ക് സൂര്യ ചെന്നിട്ട് പറയണേ, ഈ കമ്പി കെട്ടൽ കഴിഞ്ഞ ശേഷം, നന്ദിനി, നിൻ്റെ കാലിൽ നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. നിനക്ക് എന്താ സംഭവിച്ചത്? നീ എവിടെയാണ് വീണത്? അയ്യോ നന്ദിനി, ഒരുപാട് ചോര വരുന്നുണ്ടല്ലോ എന്ന് ഉറക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇന്ദ്രജയും വിജയനും സൂര്യയുടെ ആ സൗണ്ട് കേൾക്കുന്നത്. അതോടുകൂടി വിജയൻ, കണ്ടില്ലേ നന്ദിനി വീണു, അതാ അളിയൻ്റെ സൗണ്ട് കേൾക്കുന്നത് കണ്ടില്ലേ, ചോര വരുന്നു എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ, അപ്പോൾ നമ്മളുടെ പ്ലാൻ സക്സസ് ആയി എന്ന് പറയട്ടോ. അതോടുകൂടി ഇന്ദ്രജയ്ക്ക് ഒരുപാട് സന്തോഷമാവാം കേട്ടോ. അങ്ങനെ ഇന്ദ്രജ നന്നായിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ ആദ്യം പോയാൽ മതി, എന്നിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി, അതിൻ്റെ പുറകെ ആയിട്ട് ഞാൻ വന്നോളാം എന്ന് ഇന്ദ്രജ പറയട്ടോ. അങ്ങനെ വിജയനെ താഴേക്ക് പറഞ്ഞു വിടണം. അപ്പോൾ ഉറക്കെ സംസാരിക്കുകയാണ് അവർ കേൾക്കാൻ വേണ്ടി. നന്ദിനി, നിൻ്റെ കാലിൽ നിന്ന് ഒരുപാട് ചോര വരുന്നുണ്ടല്ലോ എന്നൊക്കെ സൂര്യ പറയുമ്പോൾ നന്ദിനി പറയും, എന്ത് സാർ ഈ പറയുന്നത്? എൻ്റെ കാലിലൊന്നും ചോരയില്ലല്ലോ. എന്താ സാർ? നീ ഒന്നും മിണ്ടാതിരിക്ക്, ഇപ്പം കാണാം നിനക്കൊരു രസം എന്ന് സൂര്യ പറയട്ടെ. അപ്പോഴത്തേക്കും അവിടേക്ക് വിജയം അങ്ങ് ഓടി വരികയാണ്. എന്താ അളിയ, എന്താ പ്രശ്നം? അത് പിന്നെ നന്ദിനിയുടെ കാലിൽ നിന്നൊക്കെ ചോര വരുന്നു, നന്ദിനി തട്ടി തടഞ്ഞു വീണു എന്ന് പറയട്ടെ. അയ്യോ അളിയ, എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ ആ സന്തോഷത്തിൽ, നന്ദിനിയുടെ കാലിൽ നിന്നൊക്കെ ചോര വരുന്നു എന്ന് കേട്ട ആ സന്തോഷത്തിൽ കോണിയുടെ സ്റ്റെപ്പിലൂടെ ഓടി വരികയാണ്. അപ്പോൾ അവിടെ കോണിപ്പടിയുടെ അവിടെ കമ്പി കെട്ടി വെച്ചിരിക്കുന്നത് വിജയൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നന്ദിനിക്ക് മുറിവ് പറ്റി ചോര വന്നു എന്ന് കേട്ട സന്തോഷത്തിൽ ഓടി വരികയാണ്
വരികയാണ് വിജയൻ. അതോടുകൂടി കമ്പി തട്ടി തടഞ്ഞ് വിജയൻ തലയും കൂഴ്ത്തി താഴേക്ക് കോണിയുടെ സ്റ്റെപ്പിലൂടെ അങ്ങ് ഉരുണ്ട് ഉരുണ്ട് താഴേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കമ്പിയൊക്കെ പൊട്ടിയിട്ടാണ് വിജയൻ താഴേക്ക് വരുന്നത്. അപ്പോൾ നിലവിളിച്ചുകൊണ്ടാണ് വിജയൻ അയ്യോ എൻ്റെ പല്ല്, എൻ്റെ മൂക്ക്, എൻ്റെ താടിയെല്ല് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് പിച്ചും പഴിയും പറഞ്ഞുകൊണ്ടാണ് താഴേക്ക് ഉരുണ്ട് ഉരുണ്ട് വരുന്നത്. ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഇനി ഇന്ദ്രജ ഓടി വരുന്നത്. വിജയൻ കോണിപ്പടിയുടെ സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്നത് കാണുമ്പോൾ സൂര്യയ്ക്ക് പ്ലാൻ ചെയ്തതുപോലെ നടന്നു. നന്ദിനിക്ക് വെച്ച കെണിയിൽ ഇങ്ങേര് തന്നെ വീണു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നന്ദിനിക്ക് വിജയനെ കാണുമ്പോൾ നല്ല സങ്കടം വരികയാണ്. അപ്പോൾ വിജയനാണെങ്കിൽ കോണിയുടെ സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ടുരുണ്ട് താഴെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇന്ദ്രജ ഓടി വരികയാണ് ഈ സൗണ്ട് കേട്ടിട്ട്. അതുപോലെ പത്മയും ഓടി വരികയാണ് കേട്ടോ. രാജുവേട്ടനൊക്കെ ഓടി വരികയാണ്. അപ്പോൾ ഇന്ദ്രജയും പത്മയും ഓടി വരുന്ന സമയത്ത് വിജയൻ താഴെ ഇരുന്ന് കരയുന്നതാണ് കാണുന്നത്. അപ്പോൾ വിജയൻ്റെ പല്ലിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്, നെറ്റിയിലും മൂക്കിലും ഒക്കെ ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അങ്ങ് പേടിച്ച് പോവുകയാണ്. എന്താ പറ്റിയത് വിജയ എന്ന് പത്മയും ഇന്ദ്രജയും ഒക്കെ ചോദിക്കാൻ കേട്ടോ. അയ്യോ ഇങ്ങേർക്ക് ഇത് എന്ത് പറ്റി? അപ്പോൾ ഇന്ദ്രജയെ കണ്ടപ്പോൾ നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അതുപോലെ മേ കണ്ടപ്പോഴും അറിയാത്ത പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. പരിസരബോധമില്ലാതെ കിളി പോയ മട്ടിലാണ് വിജയൻ സംസാരിക്കുന്നത്. അപ്പോൾ രാജേട്ടൻ പറയണേ എന്താ സാർ ഈ ചോദിക്കുന്നത്? ഇത് സാറിൻ്റെ ഭാര്യയല്ലേ? ഇന്ദ്രജ മാഡത്തിന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പത്മയെ കാണിച്ച് ഞാൻ ഇവരുടെ ഭർത്താവാണ് എന്നങ്ങ് പറയുമ്പോൾ ഇപ്പോൾ നന്ദിനി അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. പെട്ടെന്ന് പത്മയുടെ ഭർത്താവാണ് വിജയൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അപ്പോൾ നന്ദിനി സൗണ്ട് ഉണ്ടാക്കാതെയാണ് പൊട്ടിച്ചിരിക്കുന്നത് വിജയൻ്റെ ആ മറുപടി കേട്ടിട്ട്. അപ്പോൾ സൂര്യയ്ക്കും ചിരി വരികയാണ്. അങ്ങനെ മൊത്തത്തിൽ കിളി പോയ മട്ടിലാണ് വിജയൻ ഇരിക്കുന്നത്. അതോടുകൂടി എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്താ പോയോ? ഇത് മമ്മിയാണ്, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. അപ്പോഴത്തേക്കും പത്മ പറയണേ നീ കൂടുതൽ സംസാരിക്കാതെ ഇവനെടുത്തുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക്, ഒരുപാട് ചോര വരുന്നുണ്ട്. അങ്ങനെ വിജയൻ കൈകൊണ്ട് തുടച്ചു നോക്കുമ്പോൾ അയ്യോ ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ പിച്ചും പഴയോട് കൂടി കരയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സൂര്യയ്ക്ക് നന്ദിനിയെ വീഴ്ത്താൻ വേണ്ടി നോക്കിയതല്ലേ, അനുഭവിക്കുക എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ നിൽക്കുന്നത്. അപ്പോൾ നന്ദിനിക്കാണെങ്കിലോ വിജയൻ്റെ ആ പരിസരം മറന്നുള്ള ഒരു കിളി പോയ മട്ടിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരിയൊക്കെ വന്നു. അങ്ങനെ നന്ദിനി ആ ഒരു ചോരയും വേദനയൊക്കെ പൊളയുന്ന വിജയനെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നുകയാണ്. അങ്ങനെ ഇന്ദ്രജയും പത്മയും കൂടി വിജയനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് രാജുവേട്ടനും നന്ദിനിയും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നത് എന്തിനാണ് സാർ വിജയൻ സാറിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? നന്ദിനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, നിനക്ക് വെച്ച കെണിയിലാണ് ഇപ്പോൾ അയാൾ വീണിട്ടുള്ളത്. അവർ നിന്നെ വീഴ്ത്തി നിന്റെ ചോര കണ്ട് അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഭാര്യയും ഭർത്താവും. അങ്ങനെ അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. നീ വീണിട്ടുണ്ടെങ്കിൽ നിനക്ക് കൈയും കാലും മുറിഞ്ഞ് നിന്നെ കിടപ്പിലാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അവർക്കിട്ട് ഇങ്ങനെ തന്നെയല്ലേ കൊടുക്കേണ്ടത്? എന്നെ പല്ലിയുടെ രൂപത്തിൽ വന്ന് രക്ഷിച്ചത് നിന്റെ താനൂരമ്മയാണ് എന്നൊക്കെ സൂര്യ നന്ദിനിയോട് പറയട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഇന്ദ്രജയും പത്മയും വിജയനെയും കൂട്ടി തിരിച്ചെത്തുകയാട്ടോ. അപ്പോൾ വിജയനാണെങ്കിലോ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. വിജയൻ സംസാരിക്കുന്നതൊന്നും തന്നെ അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. മൂക്കിലും താടിയെല്ലിലും എല്ലാം കെട്ടിവെച്ചിട്ടുണ്ടാവും. അങ്ങനെ വിജയൻ നന്ദിനിക്ക് വെച്ച കെണിയിൽ വിജയൻ തന്നെ വീഴുകയാണ്. പിന്നീട് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് സൂര്യയും നന്ദിനിയൊക്കെ. ആ സമയത്ത് പെട്ടെന്ന് സൂര്യയ്ക്ക് കള്ളു കുടിക്കാൻ വല്ലാത്ത ആഗ്രഹം വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയോടൊന്ന് അപേക്ഷിച്ച് നോക്കാമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നന്ദിനി എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു. എന്താ സൂര്യ സാർ? അല്ല നീ എന്താ എന്നോട് പറഞ്ഞത്? എന്നെ ജീവൻ്റെ ജീവനായി നീ സ്നേഹിക്കുന്നുണ്ട് എന്നല്ലേ? അതെ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരുമോ? പിന്നെന്താ സൂര്യ സാറിന് എന്ത് വേണം? എന്ത് ചോദിച്ചാലും ഞാൻ സൂര്യ സാറിന് തരും. എനിക്ക് സൂര്യ സാറിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. എങ്കിൽ നീ എനിക്ക് 2 പെഗ് എനിക്ക് മദ്യം ഒഴിച്ചു തരുമോ? ഞാൻ കുറച്ചൊന്ന് കുടിച്ചോട്ടെ, എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. അത് കേട്ടപ്പോൾ നന്ദിനി അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് അതിനെന്താ സൂര്യ സാർ, സൂര്യ സാറിനിപ്പോൾ മദ്യം വേണോ? എങ്കിൽ ഞാൻ തന്നെ എടുത്തു തരാം എന്ന് പറഞ്ഞ് സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി മദ്യക്കുപ്പിയും ഗ്ലാസുമായിട്ട് വരികയാണ് കേട്ടോ. അത് കണ്ടതോടുകൂടി സൂര്യക്ക് നല്ല സന്തോഷമാവാണ്. നന്ദിനിക്ക് ഇതെന്ത് പറ്റി? നന്ദിനി ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നന്ദിനി എനിക്ക് മദ്യം ഒഴിച്ചു തരാൻ ഒരുങ്ങുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ച് സന്തോഷത്തിലാണ് കേട്ടോ സൂര്യ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.